സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന തസ്തികയിലേക്കായിട്ട് PSC നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഈ ചിത്രം വരച്ച വർഷം 1858 ആണ്. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബി, തെറ്റായ പ്രസ്താവന. അടുത്തത്, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 മാർച്ചിലായിരുന്നു. 1916 നവംബറിൽ ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. ഉത്തരം ഓപ്ഷൻ എ ആണ്. എ, ബി എന്നിവ. അടുത്തത്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 പുന്നപ്ര വലാർ സമരം നടന്നത് 1946 ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. താഴെ തന്നവയിൽ നിന്നും ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ് താങ് പാർട്ടി. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലായിരുന്നു. മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ ആരംഭിച്ചത് 1966 ഉത്തരം ഓപ്ഷൻ എ ആണ്. എ, ബി, സി എന്നിവ. താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗിൽ ആണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. ഉത്തരം ഓപ്ഷൻ സി. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത തൂവൽ രൂപം, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ, ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ. ഓപ്ഷൻ സി ആണ്. നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരണം ഏതെല്ലാമാണ്? ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രം. 1, 2, 4. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്.
ബിറ്റുമിനസ്. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുവാനുമുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ 1960 പകുതി മുതൽ 1970 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി പരിമിതപ്പെട്ടു. ഹരിത വിപ്ലവത്തിന്റെ പരിണിത ഫലമായ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിനു കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രസ്താവന 3 മാത്രം ശരി. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് വ്യവസായ മേഖലാ പരിഷ്കാരം, ധനകാര്യ പരിഷ്കാരം, വിദേശ വിനിമയ പരിഷ്കാരം, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വ്യവസായ മേഖലാ പരിഷ്കാരം ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ധനകാര്യ പരിഷ്കാരം നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. വിദേശ വിനിമയ പരിഷ്കാരം ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കുവാൻ തുടങ്ങി. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം ഇന്ത്യൻ സാമ്പത്തിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നു. വളർച്ച, ആധുനികവൽക്കരണം, ആരോഗ്യം, സ്വാശ്രയത്വം. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആരോഗ്യം. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവനകൾ. ആസൂത്രണ കമ്മീഷനു പകരം 2005 നീതി ആയോഗ് നിലവിൽ വന്നു. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങൾ ആയിരിക്കും. നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് നീതി ആയോഗ്. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 4 ശരി. സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ ഡി ക്ലാഡിയ ഗോൾഡിൻ. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം 1949 നവംബർ 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. നിയമന നിർമ്മാണ നടപടിക്രമങ്ങൾ, അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം, നിയമവാഴ്ച, ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 2, 4. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1955. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ആണ്. 1985 52 ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിൽ? കോട്ടയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? N.A. പൽക്കിവാല. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഉഷസ്. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര്? ഹനുമന്തറാവു കമ്മിറ്റി. 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം. ഓപ്ഷൻ ബി ഭാഗം 4. ഭാഗം 9A. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്?
ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2006 സംഘടന ആരംഭിക്കുന്നത്. ആസ്ഥാനം ചെന്നൈയിലെ ഷാങ്ഹായിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായി കാണപ്പെടുവാനുള്ള കാരണങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, കൂടുതൽ മഴയുടെ ലഭ്യത, സ്ഥിരമായ കാലാവസ്ഥ, കൂടുതൽ ശുദ്ധവായുവിന്റെ ലഭ്യത. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ശരി. കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, സ്ഥിരമായ കാലാവസ്ഥ. അടുത്ത ചോദ്യം, മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേര് എന്ത്? പ്ലാസ്മോഡിയം വൈവാക്സ്. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? അമേരിക്കയിലാണ്. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? തന്നിരിക്കുന്നു. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ ആയിരിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കുറവ് ആയിരിക്കണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3. ഓപ്ഷൻ ബി 2, 3. ISROയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ നിക്കർ ഷാജിയാണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. സൂര്യനിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തവ. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി വരുന്നത്? ഓപ്ഷൻ സി 3, 4. -40 ഡിഗ്രി സെൽഷ്യസ് -40 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. താപനിലയുടെ തോത് ആയ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചാൾസ് നിയമം. ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം 18, 16, 16 എന്നിങ്ങനെയാണ്. ഇതിന് അനുയോജ്യമായ ചിഹ്നം നൽകുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. S2-. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? ഡേവിഡ് ബേക്കർ. താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. കേരള കലാമണ്ഡലം തൃശൂർ, യക്ഷഗാനം പാർത്തി സുബ്ബ, കഥകളി ഗുരുമാണി മാധവ ചാക്യാർ, പാട്ടബാക്കി തോപ്പിൽ ബാസി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 4 ശരിയല്ല. ലൂയി ഹാമിൽട്ടൺ ബാസ്കറ്റ്ബോൾ, ഇബ്രാഹിം സദ്രാൻ ഫുട്ബോൾ, ക്രിസ്റ്റഫർ എൻകുക ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്, സത്യകൃഷ്ണമൂർത്തി ക്രിക്കറ്റ്. മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ തമ്മിൽ യോജിപ്പിച്ചാൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്, ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ്, ക്രിസ്റ്റഫർ എൻകുക ഫുട്ബോൾ, സത്യകൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ. താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 1. വാങ്ക് ഒരു ഭയങ്കര കാമുകൻ. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക.
പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജൻലി റെക്കോർഡോടെ സ്വർണം നേടി. വനിതാ 100 മീറ്റർ അത്ലറ്റിക് മീറ്റിൽ അമേരിക്കയുടെ ഷക്കാരിയ റിച്ചാർഡ്സൺ 10.87 മിനിറ്റിൽ റെക്കോർഡോടെ സ്വർണം നേടി 1-ാം സ്ഥാനത്തെത്തി. പുരുഷ ജാവലിൻ ത്രോ മത്സരത്തിൽ പാകിസ്ഥാന്റെ അർഷാദ് നദീം 2-ാം സ്ഥാനത്തോടെ വെള്ളി മെഡൽ നേടി. 2024 സമ്മർ ഒളിമ്പിക്സ് വേദി ഫ്രാൻസിലെ പാരീസിലും വിന്റർ ഒളിമ്പിക്സ് വേദി ജപ്പാനിലെ ടോക്കിയോയിലും ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം ശരി. എ, ബി എന്നിവ തന്നിരിക്കുന്നു. മാലിക് ദിനാർ, കൂടൽമാണിക്യ ക്ഷേത്രം, അനന്തസ്വാമി ക്ഷേത്രം, ഉദയംപൂർ സോനഹദോസ് പള്ളി. മുകളിൽ എ കോളവും ബി കോളവും പരസ്പരം യോജിപ്പിച്ചാൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മാലിക് ദിനാർ കാസർഗോഡ്, കൂടൽമാണിക്യ ക്ഷേത്രം തൃശൂർ, അനന്തസ്വാമി ക്ഷേത്രം വയനാട്, ഉദയംപേരൂർ സോനഹദോസ് പള്ളി എറണാകുളം. ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര? ഓപ്ഷൻ ഡി 29. 6000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ 1080 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനമാണ്? 6%. 6 സംഖ്യകളുടെ ശരാശരി 36, അവയിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 35 ആയാൽ അവസാനത്തെ സംഖ്യ ഏത്? 41. 45-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 15:20:32. 46-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 75 ഡിഗ്രി. 47-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 27. 48-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി 39. 49-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 5 മീറ്റർ. സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ 66. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? ഓപ്ഷൻ ബി അദ്ദേഹത്തിനൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 41 അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? ഓപ്ഷൻ എ ആണ് 6 മണിക്കൂറിനുള്ളിൽ. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? ഓപ്ഷൻ സി ആണ്. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാൾ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് ഇസറ്റ് ഉള്ളതെന്ന് എക്ക് അറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. ഇസറ്റ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം ഇസറ്റ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരി ആയത് ഏത്? ഓപ്ഷൻ ബി ആണ്. ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എ കുറ്റകരമായ നരഹത്യ ചെയ്തു. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാക്കുന്നത് ആയതിൽ ഇവരിൽ ആര് ചെയ്യുമ്പോൾ? ഓപ്ഷൻ എ ആണ്. ഏതൊരാൾ. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്നാച്ചിങ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറന്റ് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? ഓപ്ഷൻ ഡി. പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ്. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്.
താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തു നിന്നും കണ്ടെടുക്കുന്നുവെങ്കിൽ ഓപ്ഷൻ എ ആണ്, ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്ക്? ഓപ്ഷൻ ഡി ആണ്, ഏതൊരു പൗരനും. XY എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ X ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിലെ പോലീസിന്റെ ശരിയായ നടപടി ഏത്? പോലീസിന് അയാളുടെ കൃത്യനിർവഹണ വീഡിയോ പകർത്താം. പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണ വീഡിയോ പകർത്താം. ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. ഓപ്ഷൻ സി ആണ് 2, 3, 4. കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴി പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? ഓപ്ഷൻ ബി, പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാവുന്നതും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് 1, 2, 3. ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച കോടതി മുംബൈ ഹൈക്കോടതി. വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണമെന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ. ഓപ്ഷൻ സി, വെറും തടവോ കഠിന തടവോ 10 വർഷം വരെയും 2 ലക്ഷം രൂപ വരെ പിഴയും. വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സൈബർ ഭീകരവാദ പ്രവർത്തികൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ്. ഓപ്ഷൻ ബി ആണ്, വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയ്റ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി, വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരം. 50 cc താഴെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഓപ്ഷൻ എ, L1 കാറ്റഗറി. 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സുവരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും? ഓപ്ഷൻ സി, 40 വയസ്സ് വരെ. ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമില്ലെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ ഏത്? ഓപ്ഷൻ ബി ആണ്, CMVR 1989 റൂൾ 17A. ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു. ഓപ്ഷൻ എ ആണ്, അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി. പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ഓപ്ഷൻ സി ആണ്, 3 ടണ്ണിന് താഴെ GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം
4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ്സായാൽ എത്ര വർഷത്തെ കാലാവധി ലഭിക്കും? ഓപ്ഷൻ ബി ആണ് 2 വർഷത്തേക്ക്. ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തി ഇടണം? ഓപ്ഷൻ ഡി 3 മിനിറ്റിൽ കൂടുതൽ. ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാകണം? ഉത്തരം ഓപ്ഷൻ സി, കെട്ടിവലിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിൽ. വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 20. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? ഓപ്ഷൻ സി, ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? ഓപ്ഷൻ ഡി, ഇവ എല്ലാം എ, ബി ആൻഡ് സി പാലിക്കേണ്ടത് ആണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയി മാറുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്റ്റിയറിംഗ് ബോക്സ്. ഒരു V8 എഞ്ചിനിൽ എത്ര എക്സോസ്റ്റ് മനിഫോൾഡ് ഉണ്ടായിരിക്കും? ഓപ്ഷൻ ബി 2. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപ? ഉത്തരം ഓപ്ഷൻ എ ആണ്, 20,000. ഒരു പുതിയ സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷം ആണ്? ഓപ്ഷൻ ഡി ആണ്, 15 വർഷം. ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി അനുവദനീയമായ GVW എത്ര? ഓപ്ഷൻ ബി 7500 കിലോഗ്രാം. താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകൾ പ്രതി കുറ്റം ചെയ്താൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, സെക്ഷൻ 186. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1918 റൂൾ 168 പ്രകാരം റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമരിറ്റാൻ്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ്, ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല, അധികൃതരെ അറിയിച്ചതിന് ശേഷം ഉടൻ ആശുപത്രി വിടാം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 റൂൾ 169 പ്രകാരം ഒരു ഗുഡ് സമരിറ്റൻ സ്വമേധയാ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹം ചോദ്യം ചെയ്യുന്നതിൽ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം ഏതാണ്? ഓപ്ഷൻ ബി, ഗുഡ് സമരിറ്റൻ അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷമണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുവാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡ്രൈവേഴ്സ് സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോവുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 207 പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിനെ ഒരു വാഹനം പിടികൂടുവാനുള്ള അധികാരം നൽകുന്നത്? ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 66(1) പ്രകാരം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ. റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുമ്പ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കുവാനുള്ള അവസാന തീയതി ഏതാണ്? ഓപ്ഷൻ ബി 2021 ജനുവരി 1. 4 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പിൻ പാസഞ്ചറായി കയറ്റിയ മോട്ടോർ സൈക്കിളിൻ്റെ പരമാവധി വേഗപരിധി എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 40 km/h. 97 റൂൾ 119 പ്രകാരം ഇലക്ട്രിക് ഹോണിൻ്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബൽ ആണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു? ഓപ്ഷൻ ബി
93 dB. റൂൾ 122 പ്രകാരം ചേസിസ് നമ്പറുകൾ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിൽ എങ്കിലും എംബോസ് ചെയ്യണമെന്നാണ് നിബന്ധന. ഓപ്ഷൻ ബി ആണ് 7 mm. റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ്? ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. അവസാനത്തെ ചോദ്യം, റൂൾ 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാർഡ്സ് സാധനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് കംപ്രസ് ഗ്യാസുകൾ. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.